ആണോ? ഞാനൊന്ന് ചോദിക്കണേ, ഞാൻ ചോദിച്ചിട്ട് ഞാൻ വിളിക്കാവേ. ഓക്കെ. ഷിനിത്താ വിളിച്ചേ. ഷിനിത്തിന് ഒരു സാധനങ്ങൾ ഡംപ് ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ ഈ ഇത് റീസൈക്ലിങ്ങിൻ്റെ ചെയ്യുന്ന കൗൺസിലിൻ്റെ പരിധി വരുന്ന സംഭവം റീസൈക്കിൾ. നമുക്ക് എന്തെങ്കിലും വലിയ എന്തെങ്കിലും സാധനങ്ങൾ വീട്ടിൽ സ്പേസ് കളയുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കളയാം. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും സാധനം ഉണ്ടോ കളയാനായിട്ട്? ഉണ്ടോ? പിന്നില്ലേ, ഒരുപാടുണ്ടോ? ആ ജാക്കറ്റ് 2 കളയാനായിട്ടുണ്ട്. പഴയ ജാക്കറ്റ് ഇല്ലേ, പിന്നെ മറ്റേ ആ ചട്ടിയൊക്കെ ഒരു യൂസും ഇല്ലാതെ ഇരിക്കുക. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഞാൻ ആ പുള്ളി വരുന്ന നാളെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതിലൂടെ ഞാൻ എന്നാൽ പോയിട്ട് അവിടെ ഒന്ന് കളയാം. ഓക്കെ, നല്ല തീരുമാനം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഈ സാധനം എടുത്തിട്ട് നമ്മൾ വണ്ടിയിലാക്കുന്നു. അതുപോലെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷിനിത്തിൻ്റെ വീട്ടിലോട്ട് നമ്മൾ പോകുന്നു. ഷിനിത്തിൻ്റെ വീട്ടിൽ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം ഒരു വണ്ടിയിലാക്കിയിട്ട് നമ്മൾ ആ റീസൈക്ലിംഗ് സെൻറ്ററിലോട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമ്മൾ സാധനങ്ങൾ കയറ്റാൻ പോവാണ്. ആദ്യമേ തന്നെ നമ്മുടെ ചട്ടി കയറ്റാം. ഈ ചട്ടിക്ക് ഒരു കഥയുണ്ട്. ഈ ചട്ടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് എൻ്റെ പൊന്നെ ഒരു 1.5 സംഭവമായിരുന്നു. നാട്ടിൽ നിന്ന് ഞാൻ ഹാൻഡ് ബാഗിൽ ഇട്ടുകൊണ്ട് വന്ന എത്രയും വലിയ ചട്ടി, നമ്മുടെ കൈയുടെ വലിപ്പമുള്ള ഈ ചട്ടി നാട്ടിൽ നിന്ന് ഹാൻഡ് ബാഗിൽ ഇട്ടുകൊണ്ട് വന്നാൽ പൊട്ടായിരിക്കാനായിട്ട്. പക്ഷെ ഇവിടെ ചെറിയൊരു ഹോളൊക്കെ ആയി. പിന്നെ അങ്ങോട്ട് കുക്കിംഗ് ഒന്നും നടക്കത്തില്ല. പിന്നെ ഇവിടെ ഒന്നും നമുക്ക് അറിയാമല്ലോ, നാട്ടിലപ്പുറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കളയാന്നുള്ളതല്ല, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇന്ന് ഹാറ്റും അതുപോലെ ഗ്ലൗസ് കോട്ടെല്ലാം വേണം. കാരണം ജനുവരി മാസത്തിലോട്ട് കടന്നു. ഇപ്പം നല്ല തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ -1 ഇപ്പോൾ നിൽക്കുന്നത്. -1 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഫ്രീസ് ആയിട്ടിരിക്കുകയാണ്. റോഡ് എല്ലാം ഐസായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ നടക്കുമ്പോഴും എല്ലാം നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കേസാണ്. അപ്പോൾ നമ്മൾ എന്തിനേലും പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പായിരിക്കും. അനുസരിച്ച് തന്നെ ചെറിയൊരു കാലാവസ്ഥ മാറിയതിൻ്റെ ചെറിയൊരു ജലദോഷവും ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ എല്ലാം ഭയങ്കര സേഫായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഷിനിത്തിൻ്റെ വീട്ടിലോട്ട് പോകാം. മെയിനായിട്ട് റീസൈക്ലിംഗ് സെൻറ്ററിൽ പോകാനായിട്ട് തന്നെ ഇത് 2 കളയാനാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. ഇത് 2 എടുത്തില്ല, ഇപ്പം ഇറങ്ങി മേടിക്കത് കണ്ടത്. അപ്പോൾ ഇത് പഴയ നമ്മുടെ കൂട്ടുകാരാണ്. ഇതുകൂടെ കൊണ്ട് കളയുവാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, റീയൂസബിൾ ആയിട്ടുള്ളതല്ല. ഇല്ലെങ്കിൽ നമ്മൾ റീയൂസബിൾ ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്കത് കളയാൻ പറ്റും. ഇതിപ്പം അങ്ങനെ ഒരു സംഭവമല്ല, അതുകൊണ്ട് തന്നെ ഡംപ് ചെയ്യുവാണ്. അങ്ങനെ നമ്മൾ ഷിനിത്തിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഷിനിത്തിനെ കൂട്ടണം. ഇവിടുന്ന് നമ്മൾ നേരെ പോവാണ് ആ റീസൈക്ലിംഗ് സെൻറ്ററിലോട്ട്. വീടൊക്കെ തുറന്നിട്ടൊക്കെ വേണം. കള്ളന്മാർക്ക് സ്വാഗതം എപ്പോൾ വേണേലും പറയാം കേട്ടോ. അതാട്ടോ ഷിനിത്തെ ഹായ്. അപ്പോൾ ഇതാണ് ഷിനിത്തിൻ്റെ വീട്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ട്രീ ഒക്കെ ഒന്ന് ഇത് ചെയ്തിട്ട് ഒതുക്കി വെക്കാൻ പോവാണ് ആള്. അടുത്ത കൊല്ലത്തിന് വേണ്ടി റെഡിയാക്കാൻ. ഇവിടെ വന്നപ്പോൾ കണ്ടാണ് ഷിനിത്തിൻ്റെ 2ാമത്തെ കൊച്ചല്ലേ. അവൾക്ക് 10 വയസ്സുള്ളൂ. അവള് വരച്ചോ കേട്ടോ ഈ ഫോട്ടോ. അടിപൊളിയല്ലേ. അതുപോലെ തന്നെ വേറൊരു ഫോട്ടോ എടുത്ത് ഞാൻ കാണിക്കാം. അടിപൊളി, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അവളെ നമുക്ക് ഒരു ദിവസം പരിചയപ്പെടുത്താം കേട്ടോ. നല്ല അടിപൊളിയായിട്ടൊരു ഫോട്ടോ വരയ്ക്കും. അടുത്ത മുത്തപ്പന്റെ പടം അതിന്റെ ഹാഫായിട്ട് മുത്തപ്പന്റെ പടം വരയ്ക്കുന്നുണ്ടോ? അപ്പൊ മുത്തപ്പന്റെ പടം വരയ്ക്കുമ്പോൾ നമുക്ക് കാണാം. ഞാൻ എന്തായാലും കാണിക്കാം, നമുക്ക് നൈസ് ആയിരിക്കും. ഇപ്പൊ ഷിനിത്തിന്റെ കയ്യിൽ കളയാനുള്ളത്, റീസൈക്ലിംഗ് കളയാനുള്ളത് ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ. ഇത് ഇത്ര സാധനമാണ് ഷിനിത്തോട് കളയുന്നത്. ഷിനിത്തിന്റെ വണ്ടിയുണ്ട്. ഷിനിത്തിന്റെ വണ്ടിയിലോട്ട് കയറ്റുന്നു. നമ്മൾ നമ്മുടെ സാധനം കയറ്റുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്നു. ഇത് നമ്മുടെ ചൂണ്ടയുടെ സാധനങ്ങളല്ലേ. നമുക്കൊരു ഇവിടെ ഷിനിത്തിലൂടെ മറ്റേ ചൂണ്ടയുടെ ലൈസൻസ് ഒക്കെ കിട്ടും. എല്ലാവർക്കും കിട്ടും തോന്നുന്നു അല്ലേ? എല്ലാവർക്കും കിട്ടുന്ന എന്തെങ്കിലും കോഴ്സോ കാര്യം നമ്മൾ അറ്റൻഡ് ചെയ്യണോ? കോഴ്സ് ഒന്നും അറ്റൻഡ് ചെയ്യണ്ട. അത് നമുക്ക് ഓൺലൈനിൽ ലൈസൻസ് എടുക്കാൻ പറ്റും. ഗെയിം ഫിഷിംഗ് എന്നും പറഞ്ഞാൽ ആണോ? ലൈസൻസ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നോർത്തേൺ ഐലൻഡ് നമുക്ക് എവിടെയെങ്കിലും പോയി ഫിഷ് ചെയ്യണമെങ്കിലോ അങ്ങനെ കേസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ലൈസൻസ് എടുക്കാം. ഇത്ര ദിവസത്തേനൊക്കെ എടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മൾ ഫിഷിംഗ് വീഡിയോ എന്തായാലും പുറകെ വരുന്നുണ്ടായിരിക്കും. നമ്മളൊരു ദിവസം ഫിഷിങ്ങിന്റെ വീഡിയോ ഷിനിത്തിനായിട്ട് പോയിട്ട് നമ്മൾ ചെയ്തിട്ട് വരുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഇറങ്ങുവാണ്. ഇനി ഞാൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഷിനിത്തിനെ പരിചയപ്പെട്ടില്ല. ഷിനിത്ത് നാട്ടില് ആലപ്പുഴയിലാണ്. ആലപ്പുഴ കലവൂരിലാണ്. അപ്പം ആൾക്ക് 2 പിള്ളേരുണ്ട്. വൈഫ് സിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ബെൽഫാസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഷിനിത്ത് ഞാൻ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. പിന്നെ
പിന്നെ അങ്ങനെയാണ് ശരിത്തിന്റെ കാര്യങ്ങൾ. ശരിത്തെ എങ്ങനെയുണ്ട് UK വന്നിട്ട് ശരിത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്? ചെറിയൊരു 2 വാക്കി പറയാൻ പറ്റുമോ? UK വന്നിട്ട് നമ്മള് നാട്ടിലെ ഇരിക്കുന്ന എല്ലാരും വിചാരിക്കുന്നത് UK വന്നു കഴിഞ്ഞാൽ നമ്മള് ഒരുപാട് കാശ് സമ്പാദിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ചിന്ത. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ കഷ്ടപ്പാടും ഇതും ഒക്കെ മനസ്സിലാകത്തുള്ളൂ. നമ്മളിപ്പോ വന്നു കഴിഞ്ഞാൽ ഉടനെ ഒന്നും സ്റ്റേബിൾ ആകത്തില്ല. നമ്മൾ സ്റ്റേബിൾ ആകണമെങ്കിൽ കുറച്ചൊരു മാക്സിമം കുറഞ്ഞ ഒരു 3 വർഷമെങ്കിലും എടുക്കുമായിരിക്കും. നമ്മൾ വന്നിട്ട് ഇപ്പോൾ നമ്മൾ ഇതുവരെ സ്റ്റേബിൾ ആയിട്ടില്ല. നമ്മൾ വന്നിട്ട് 1 year ആയി, പക്ഷെ ഇതുവരെ സ്റ്റേബിൾ ആയിട്ടില്ല. എനിക്ക് യുകെനെ കുറിച്ച് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് ഒരു 80s 90s നമ്മൾ പണ്ട് ഗൾഫിൽ പോകുന്ന സംഭവമില്ലേ, ആ ഒരു സംഭവമാണ് ഇപ്പോഴത്തെ ആൾക്കാർ ഇവിടെ വരുമ്പോഴെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് നമ്മൾ നന്നായിട്ട് സഫർ ചെയ്ത് നമ്മൾ നന്നായിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഇവിടെ വരുവാണെങ്കിലും ഓക്കെയാണ്. പിന്നെ വേറെ കേസ് നമുക്ക് ബേസിക്കലി നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളവരാണെങ്കിൽ മെച്ചപ്പെട്ട് പോകാൻ പറ്റും. നമ്മൾ പിന്നോക്കം ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റേബിൾ ആകാൻ ഇച്ചിരി സമയം എങ്ങനെയായാലും എടുക്കും. പക്ഷെ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. നമ്മൾ എന്നൊരു കഷ്ടപ്പെടാൻ നമുക്ക് നല്ല മനസ്സിലായി. എന്നാലും നാട്ടിലുള്ളവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ഇവിടെ അടിച്ചുപൊളി എന്തായാലും നമുക്കൊരു എന്റർടൈൻമെന്റ് വേണം, അത് നമ്മൾ ഉണ്ടാക്കും. പക്ഷെ നമ്മൾ കാശ് വാരിയിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു പരാതി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ജീവിക്കുന്ന അന്തരീക്ഷം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാലേ മനസ്സിലാവുന്നത്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങള്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇപ്പൊ എത്ര മിനിറ്റ് കാണിക്കുന്നുണ്ടോ അങ്ങോട്ട്? ഇവിടുന്ന് ഇപ്പൊ ഒരു 7 മിനിറ്റ് കാണിക്കുന്നുണ്ട്. 7 മിനിറ്റ്. അതായത് നമ്മൾ ലിസ്ബണിലാണുള്ളത്. ലിസ്ബണിൽ നിന്ന് അങ്ങോട്ട് നമ്മുടെ ലൊക്കേഷനിലോട്ട് 7 മിനിറ്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടുള്ള ജേർണിയിലാണ്. അങ്ങനെ കാണാം. പിന്നെ തണുപ്പ് തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? തുടങ്ങിയിട്ട് കുഴപ്പമില്ല. ഞങ്ങൾ ജനുവരി 18-നാണ് വന്നത്. ആ സമയത്ത് നമ്മൾ നാട്ടിൽ നിന്ന് വന്ന കാരണം കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് വെച്ച് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ബോഡി വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പൊ ഇവിടെ വന്ന് വെയിൽ കൊള്ളാതെ വന്നു കഴിഞ്ഞ് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കിപ്പോൾ ഭയങ്കരമായിട്ട് തണുപ്പ് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നമുക്ക് പറ്റുന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിലെ സൺലൈറ്റ് ഒക്കെ കിട്ടുന്നത് ഇവിടെ അങ്ങനെ അത്ര കിട്ടത്തില്ല. ഇവിടെ സൂര്യപ്രകാശം ഭയങ്കര കുറവാണ്. ഇവിടെ എപ്പോഴും ഒരു മൂടി കെട്ടിയ ഒരു അന്തരീക്ഷമാണ്. എപ്പോഴും ഒരു മേഘമൊക്കെ വന്നിട്ട് ഭയങ്കര ഒരു ഇതാണ്. അപ്പം ആ ഒരു വിറ്റമിൻ ഡിയുടെ ഒരു ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് പല ജോയിന്റ് പെയിൻസ് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ തളർച്ച കാര്യങ്ങളൊക്കെ വരും. അപ്പം അത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഇവിടെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ തണുപ്പെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെപ്പോഴും മൂടിക്കെട്ടി നടക്കണം. ഇനി ഒരു 3 മാസത്തിന് അല്ലേ, നല്ല തണുപ്പായിരിക്കും. ഈ ഒരു 3 മാസത്തിന് നല്ല തണുപ്പായിരിക്കും, നല്ല സുഖമായിരിക്കും. ഫ്രീസിംഗ് ക്ലൈമറ്റ്. രാവിലെ ആകുമ്പോഴത്തേക്കും കാറെല്ലാം ഫ്രീസ് ആയിട്ടായിരിക്കും. ഇപ്പൊ നമ്മൾ മറ്റേ കവർ മേടിച്ചോണ്ട് ഭയങ്കര ഒരു ഉപകാരം ഉണ്ടായിട്ടോ. അത് ഭയങ്കര ഒരു ഗ്ലാസ് കവർ ചെയ്യാനായിട്ട് ഒരു കവർ മേടിച്ചത് ഉപകാരമാണ്. ഗ്ലാസ് കാര്യം പറയുമ്പോ ഇവിടെ തോന്നിയ രീതിയിലെ ക്ലൈമറ്റാ. ഇപ്പൊ നേരത്തെ വെയിലായിരുന്നു, ഇപ്പൊ മഴ ഒറ്റടി പട്ടയെന്നും പറഞ്ഞു. ഞാനും വീട്ടിൽ നിന്ന് വണ്ടി എടുത്തപ്പം വെയിലായിരുന്നു ഇവിടെ. പക്ഷെ ഇപ്പം പട്ടയെന്ന് പറഞ്ഞ മഴയായി. ഇപ്പൊ മഴ കേട്ടോ. ഇപ്പൊ മഴ പെയ്തോണ്ടിരിക്കുക. ഇപ്പൊ ഇവിടെ നമ്മൾ എത്തി കേട്ടോ, സ്ഥലത്ത് എത്തി. ഇപ്പൊ ഇവിടുന്ന് ലെഫ്റ്റ് ആണ്. ഇനിയിപ്പം സാധനങ്ങൾ കളയുന്നത് വൻ ശോകമായിരിക്കും. കാരണം മഴയായതുകൊണ്ട് വീഡിയോസ് എന്തോരം എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ പറ്റുന്ന പോലെ എടുക്കാൻ കേട്ടോ, വീഡിയോസ് ചെയ്യാവേ. പിന്നെ നമ്മൾ എൻട്രൻസ് ഇവിടെയാണ്. നമ്മൾ എൻട്രൻസിൽ കയറുവാണ്. ഇവർ 1 way സിസ്റ്റമാണ് ഇട്ടേക്കുന്നത്. 1 way എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനെ ഇവിടെ ചെറിയ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കി വണ്ടി ഏതൊക്കെ ലൈനിൽ ഏതൊക്കെ വണ്ടികൾ നിൽക്കുന്നത് എഴുതിയിട്ടുണ്ട്. 5 മൈൽ സ്പീഡിൽ. ഇവിടെ നോക്കാൻ ആളുണ്ട്. നമ്മുടെ ID പ്രൂഫ് ചെക്ക് ചെയ്ത് തോന്നുന്നു കേട്ടോ. നമുക്ക് നോക്കാം. We have some householding items so far. Wait, have you got a wee proof of address? Address. Driving license. I think I said. I have driving license. Yeah. Yeah. Yes. Oh, they need beautifully. So that'll make my day 10 times easier. Perfect possible. So see all the cushions and stuff. The women the number 2. Number 2. Yeah, literally straight ahead of you, and then any household bags, anything between 9 and 12. Yeah. Okay. താങ്ക് യു സോ മച്ച്. Thank you. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ID പ്രൂഫ് ചെക്ക് ചെയ്യുക. നമ്മൾ ഈ കൗൺസിലിൽ തന്നെ ഉള്ളതാണോ എന്ന് അവർക്കൊന്ന് മേക്ക് ഷുവർ ചെയ്യണം. അപ്പോൾ അങ്ങനെ എല്ലാ കൗൺസിലിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ ഓരോ ലൊക്കേഷനിൽ നമ്മൾ അവിടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മുടെ ലൊക്കേഷനിൽ നിയറസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഡബ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തിനും ഓരോരോ ഏരിയാസ് ഉണ്ട്. അതായത് ബാറ്ററി കളയുന്നത്, അതുപോലെ പെയിൻറ്റ് കളയുന്നത്, പിന്നെ അതുപോലെ നമ്മുടെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് കളയുന്നത്, അതുപോലെ കുഷ്യന് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾ കളയുന്നത്, എല്ലാത്തിനും ഓരോരോ സെപ്പറേറ്റ് ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് കയറിയപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു തന്നു ഇന്ന നമ്പറിൽ ചെന്നാൽ മതി, അവിടെയാണ് നിങ്ങളുടെ സാധനങ്ങൾ കളയേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെ അല്ല, അത് കൂടാതെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നോക്കിയതുണ്ട് ബാറ്ററീസ് കളയുന്നത്, അതുപോലെ തന്നെ എല്ലാ സാധനവും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പെയിൻറ്റ്, പിന്നെ നമ്മുടെ എല്ലാത്തിനും ഓരോരോ ലൊക്കേഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ ഓരോരോ
നമ്പറുകളായിട്ട് കൊടുത്തിട്ടുണ്ട്, എന്നൊക്കെ എവിടെയൊക്കെ കളയണം എന്നുള്ള സംഭവം എല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞ അനുസരിച്ച് 2 നമ്മൾ കളയുന്നത്. അല്ല ചിന്ത ക്വസ്റ്റൻ എല്ലാം 2 കളയുന്നത്. അപ്പോൾ 2 എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വന്നിട്ട് ഇവിടെ എങ്ങനെ ഇടുവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ സാധനങ്ങൾ കളയാനുള്ളത് 11 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ട് കളയാനായിട്ട് പോകണം കേട്ടോ. നോൺ റീസൈക്കിൾസ് അതിനകത്തുണ്ട്. തട്ടിക്കോ. പിന്നെ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ഒരുപാട് സ്ഥലത്ത് നിന്ന് ആൾക്കാർ കൊണ്ടുവന്നിട്ട് അവരുടെ വണ്ടിയെ കൊണ്ടുവന്ന് നമുക്ക് തന്നെ കൊണ്ട് കളയാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇപ്പം പല വണ്ടിയിലും പല സാധനങ്ങളും എല്ലാത്തിനും തിരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നാലും ഇവിടെ ആൾക്കാരും ഉണ്ട്, നമുക്ക് ചോദിക്കാനും പറ്റും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കളയാനും പിന്നെ അതുപോലെ തന്നെ അതന്നെ ഈ വുഡിന്റെ ഐറ്റംസ് ഒക്കെ ഇല്ലേ, അത് നമ്മുടെ ഇതുണ്ടോ ലാർജ് അപ്ലയൻസസ്, അതുപോലെ ഗ്യാസ് ബോട്ടിൽസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കളയാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. എല്ലാം ഒരു അല്ലേ വളരെ സിമ്പിൾ അല്ലേ. സിമ്പിളായിട്ട് നാട്ടിലുള്ളതിൽ നല്ലൊരു സെറ്റപ്പിലാണ് ഇവര് വേസ്റ്റ് മാനേജ് ചെയ്യുന്നത്. വേസ്റ്റ് മാനേജ്മെന്റ് ഗാർഡൻ വേസ്റ്റ് കളയാനുള്ള സംഭവം എല്ലാം ഉണ്ട്. വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മളിവിടെ വന്നിട്ട് വെറും 5 മിനിറ്റ് പോലും ആയില്ല. അതായത് നമ്മൾ അങ്ങോട്ട് കയറുന്നു, അവർ ലൊക്കേഷൻ പറഞ്ഞു തരും, നമ്മൾ സാധനം ഡംപ് ചെയ്യുന്നു, വേറെ ഒരു ഫോർമാലിറ്റീസും ഇല്ല. ജസ്റ്റ് നമ്മൾ ഈ കൗൺസിലാണെന്ന് അറിയിക്കാനായിട്ടുള്ള ഒരു സംഭവം മാത്രം അല്ലെ. അഡ്രസ് പ്രൂഫ് മാത്രം ഒന്ന് ചോദിക്കും, ജസ്റ്റ് ഒന്ന് കാണാനുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അവർ അപ്പോൾ തന്നെ പറയും ഒന്ന് മേക്ക് ഷുവർ നമ്മൾ ഈ കൗൺസിലുള്ളതാണോ. അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാം വളരെ സിമ്പിളാണ്. നമ്മൾ കൊണ്ടുവരും, നമുക്ക് എവിടെയാണോ കളയേണ്ടത് അതുപോലെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കളിക്കുക. ഗാർഡൻ വേസ്റ്റ് വേറെ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനിപ്പം ആരുടെ സഹായം ഒന്നും വേണം. നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും ഇപ്പം ചുമ്മാ ഡംപ് ചെയ്യാണ്ട് പോകാനുള്ള സംഭവമുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലാർജ് ഹോം അപ്ലയൻസ് അങ്ങനെയുള്ള ഐറ്റംസ് ആണെങ്കിൽ കൂടുതൽ ആൾ സപ്പോർട്ട് വേണമെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഇവിടെ നിന്നൊക്കെ റെന്റിന് കിട്ടും. ഇവിടെ നിന്നല്ല, മീൻസ് വെളിയിൽ നിന്നൊക്കെ റെന്റിന് കിട്ടി നമുക്ക് വീട്ടിലെ സാധനങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യാം. ഇവിടെ കൗൺസിലിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനിൽ എന്തോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ വന്ന് എടുത്തോണ്ട് പോകും. അങ്ങനെയുണ്ട്. പക്ഷെ ഇത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് അല്ലെ, നമുക്ക് വളരെ വലിയ ഐറ്റംസ് ഒക്കെ അവർ വന്നെടുക്കും. ഇല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ കാറിൽ കൊണ്ടുപോയി കളയാവുന്നതേ ഉള്ളൂ. ഇപ്പൊ UK എല്ലാ ഭാഗത്തുള്ളവരും നിങ്ങളുടെ ലൊക്കേഷനിലുള്ള സംഭവം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് വേസ്റ്റുകൾ ഇവിടെ UK എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളൊക്കെ വളരെ ചെറുതും അതുപോലെയുള്ള സ്പേസ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഈ അനാവശ്യമായിട്ട് നമ്മുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള കൗൺസിലിൽ നമ്മൾ കൗൺസിൽ ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. അപ്പം കൗൺസിലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോർത്തേൺ ഐലൻഡിൽ കൗൺസിൽ ടാക്സ് ഇല്ല കേട്ടോ, പക്ഷേ എന്നിട്ട് അവർ നല്ല സർവീസ് തരുന്നുണ്ട്. അപ്പം കൗൺസിൽ ടാക്സ് കൊടുക്കുന്നവരുണ്ട്, പല സംഭവങ്ങളുണ്ട്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ കുറച്ച് പിന്നെ എന്താ നിങ്ങൾ കണ്ടത്, മഴയല്ലേ കണ്ടത്. ഇനിയിപ്പോൾ കണ്ടോ വെയിൽ തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെയിൽ തെളിഞ്ഞിരിക്കും. ഇപ്പം എൻ്റെ മുഖത്തൊക്കെ പട്ടടി ഇവരോട് വെയിൽ തെളിഞ്ഞിരിക്കുന്ന സംഭവം എന്താ വെച്ചാല് ഇവിടുത്തെ കാലാവസ്ഥ ഇതാണ്. നമ്മൾ ഇപ്പൊ തിരിച്ചു പോയി ഒരു 10 മിനിറ്റ് ആയി വേണം. 10 മിനിറ്റ് കൊണ്ട് തന്നെ കാലാവസ്ഥ മാറി. ഇതാണ് അയർലൻഡിലെ കാലാവസ്ഥ. പെട്ടെന്ന് മഴ വരും, പെട്ടെന്ന് മൂടലായിട്ട് വരും, പെട്ടെന്ന് പിന്നെ എന്താ പറയണ്ടേ മഞ്ഞും വരും. ഇല്ലായിരുന്നു. ഇപ്പൊ ഒരു കാർമേഘം വരുന്നുണ്ട്, അത് വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഇനിയിപ്പോ അടുത്ത് മഴയായിരിക്കും. അങ്ങനെയാണ് അയർലൻഡിലെ കാലാവസ്ഥ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അല്ലെ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.